എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാനവാസ് പാലക്കാടാണ്. അപ്പോൾ ഇത് മലമ്പുഴയുടെ ബാക്ക് വശം ഡാം സൈഡാണ്, കവ എന്ന് പറയും. അപ്പോൾ ഇത് കവ മലമ്പുഴയ്ക്ക് നമ്മൾ കയറില്ല. മലമ്പുഴയ്ക്ക് നമ്മളിത് നേരെ മലമ്പുഴയുടെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലം വെള്ളം കുറവാണ്. അത്രയും മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത് വന്നിട്ട് ജൂലൈ അല്ലേ, ഈ മാസം, എന്നാലും മഴ കുറവാണ്. പിന്നെ ഇതൊരു 10-30 കിലോമീറ്റർ ഇങ്ങനെ ബാക്ക് സൈഡിൽ കൂടെ പോകും. നേരെ ആനക്കട്ടി അങ്ങോട്ട് പോകില്ല, എന്നാലും അത്രയും ദൂരം പോകും. ഭയങ്കര രസമാണ്. മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. അവിടെ മാത്രം വെയിലടിക്കണുണ്ടോ ദാദാ? എന്തൊരു ഭംഗിയില്ലേ. മല, നല്ല മല കണ്ടു. അങ്ങനെ നമ്മൾ മലമ്പുഴ, ഐ ലവ് മലമ്പുഴ എത്തി. മലമ്പുഴ കയറില്ല, നമുക്ക് കവയ്ക്ക കയറണട്ടാ. ഈ കവയ്ക്ക് പോവാ. ഇത് വെള്ളം അത്ര ഇല്ല കേട്ടോ, എന്നാലും മല കാണാനോ ഭംഗിയുണ്ടാ. അവരൊരു മാർക്ക് വെച്ചിട്ടുണ്ടാവും അതുവരെ. എന്താ നല്ല ഭംഗിയുണ്ടാ. മാങ്ങയൊക്കെ തിന്നാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ അവസാനം. ഇതുപോലെ പലയിടത്തും നിറയുന്നുണ്ട്. ഇതൊക്കെ മഴക്കാലത്ത് പോയി സ്റ്റോറായിട്ടാണ് ഡാമിന് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ ഭയങ്കര തള്ളിച്ച വെള്ളം, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, താഴമില്ല. അപ്പോൾ എന്തായാലും അറിയാത്തവരൊക്കെ ആണെങ്കിൽ കവയ്ക്കൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുന്നത് പുറത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലൊരു വണ്ട അടിപൊളി എൻജോയ്മെൻ്റാണ്. വേനൽക്കാലത്താണെങ്കിലും നല്ല രസമാണ്. വേനൽക്കാലത്തൊക്കെ നമുക്ക് ഡാമിലേക്ക് ഇറങ്ങിച്ചെല്ലാം. മഴക്കാലം ആകുമ്പോൾ ഫുള്ള് എങ്ങനെ ഗ്രീനറിയും വെള്ളവും കാര്യങ്ങളും. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ വെള്ളം ഫില്ലാവും. ഇതാ ഈ ലെവലിലേക്ക് ഫുള്ളാണ്. അത് ആൾക്കാർ ഈ ലെവലിലേക്ക് വെള്ളം നടക്കാൻ പറ്റും. നല്ല കാറ്റാണ് ഇവിടെ. കവയ്ക്കൊക്കെ വന്നതായി. പക്ഷെ ഈ ഒരു സമയത്ത് കവയ്ക്ക് വരികയാണെങ്കിലേ നല്ല ഭംഗിയാണ്. ബാക്ക് കണ്ട നല്ല കാറ്റും വരികയാണെങ്കിൽ ഇപ്പൊ വരണം. ഇപ്പോഴല്ല, ഞങ്ങളിപ്പോഴാണ് വന്നത്. അപ്പൊ തന്നെ നല്ല ഭംഗി. ഇപ്പോഴേ നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. വരികയാണെങ്കിൽ അപ്പൊ എല്ലാവരും വരാം. നല്ല മഴയായിരുന്നു, ഇപ്പൊ നല്ല വെയിൽ. എല്ലാം കൂടെ ഓക്കെ അല്ലേ? എത്തിയത് തന്നെ ഇതവിടെ ഇവർക്കൊക്കെ വിശന്നു. ഇതല്ലേ നമ്മുടെ ചേച്ചേരിയാണ്. ഇവിടെ മലമ്പുഴ ഡാമിൻ്റെ ലാസ്റ്റായിട്ട് കട വെച്ചിരിക്കുകയാണ്. ഫോട്ടോ എടുക്കണം. ഞായറാഴ്ച മാത്രം തന്നെ ഒരു കടയുള്ളൂ. അപ്പോൾ എല്ലാ ദിവസമായിട്ടുണ്ട്. സംഭവം ഉഷാറാണ്. കപ്പ അതുപോലെ തന്നെ ബോട്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ സ്ഥലം വന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ. നമ്മുടെ മലമ്പുഴയിൽ കയറി വരുമ്പോൾ ഡാം നമ്മുടെ കട എന്നാണ് കറക്റ്റ് പേര്. നമ്മുടെ കട ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എന്താ ഇടത്തിന് പേരെന്താന്ന് പറഞ്ഞു? നിങ്ങളുടെ പേരെന്താ പറഞ്ഞു? ഇത് നമ്മുടെ കനക ചേച്ചിയുടെ സ്പെഷ്യലാണ്. ഇവിടെ നമ്മുടെ തട്ടുകടയിൽ ഇതാടാ എന്താ കപ്പയും ബീഫും പൊളിയല്ലേ നമ്മുടെ കടയിൽ കേട്ടോ. നമ്മുടെ കടയിൽ ഇത് ഇവിടെ സ്പെഷ്യൽ ഉണ്ട്. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, പിന്നെ ബാക്കി ദിവസങ്ങളില്ല. സ്ഥലം വന്നിട്ട് നമ്മുടെ ഡാമിന്റെ എൻഡാണ്. നമ്മുടെ ഡാമിന്റെ എൻഡാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലില്ല എന്ന് തോന്നുന്നത്. ഉണ്ടാവില്ല ഇനി, കടകളൊന്നും ഉണ്ടാവില്ല അല്ലേ? കനക ചേച്ചി ഒന്നും കൂടെ കാണിച്ചു കൊടുക്കും. ഇതാണ് കനക ചേച്ചി. അപ്പോൾ ഇത് ഏതാണ്ടില്ലേ, ഇതാണ് കവ. ഇതേപോലെ തന്നെ അപ്പുറത്ത് ഈ ഡാമിന്റെ അപ്പുറത്തും കൂടിയും റോഡ് വരുന്നുണ്ട്.
നമ്മൾ നേരെ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് സ്നേക്ക് പാർക്ക് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ ഇതിന് നേരെ അപ്പുറ സൈഡ്, ഈ വെള്ളത്തിൻ്റെ നേരെ അപ്പുറ സൈഡ് അതും ഇതേപോലെ തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ നല്ലത് തോന്നുന്നു. എന്താ അറിയുക, അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വാട്ടർഫോൾസുകൾ നമുക്ക് അടുത്തായി കാണാൻ പറ്റും, കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയല്ലേ. പിന്നെ അപ്പോൾ ഞങ്ങൾ പാലക്കാട് നിന്നും ഭയങ്കര ബ്യൂട്ടിയാണ് ഈ പിന്നെ അല്ല പാലക്കാട് എന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചത്? കാരണം അപ്പൊ ഇന്ത്യയുടെ തന്നെ 10 മനോഹര സ്ഥലങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ കൊല്ലംകോടാണ്. അത് ആ നോക്കിയൊരു കൊല്ലംകോട് മാത്രമേ കണ്ടിട്ട് പോകും. ഞങ്ങളുടെ വീടിനോടൊക്കെ തന്നെ ഇതിനേക്കാളും ഭംഗിയാണ്. പിന്നെ അല്ല കൊല്ലംകോടൊന്നും പോണ്ട, കൊല്ലംകോടൊന്നും പോകണ്ട. നമ്മുടെ മലക്കുളം അവിടെ എന്താ ഭംഗി, വീഴുമല്ല താഴ്വാരം, അയ്യോ ഭയങ്കര ഭംഗിയല്ലേ. അപ്പൊ എല്ലാം ഭംഗിയാണ്. അവര് നമ്മളൊന്നും കണ്ടിട്ടില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനും പത്തനംതിട്ട ഒരാളാക്കി മാറ്റുവര്. അയ്യോ ബിലാലെ നീ എന്താ ഇരിക്കണത് കേട്ടാ? ഒരു കിളി ഇരുകിളി മുക്കിളി വാക്കിളി ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ട് പാടിച്ചാ. വരികയാണെങ്കിൽ ഇപ്പൊ വരണല്ലോ എല്ലാരും. ഇതാണ് വാട്ടർഫോൾസ്. ഇത് നിറയെ വെള്ളം വരട്ടാ. ഒരു പ്രളയ സമയത്ത് എന്തോ വന്നിട്ട് നല്ല വെള്ളമായിരുന്നു, നല്ല വെള്ളച്ചാട്ടം. ഫുള്ള് വെള്ളമായിരിക്കും അത്. ഇപ്പൊ മഴ കുറവ് എന്ന് പറഞ്ഞ 2 ദിവസം മഴ പെയ്തു, പക്ഷെ പോരാ. ഇതിപ്പോ ഓഗസ്റ്റ് ജൂലൈ ജൂലൈ ആയിട്ട് പോലും മഴ കുറവാണ്, മഴ വളരെ കുറവാണ്. അതല്ല നമ്മള് വെള്ളച്ചാട്ടം മറ്റേ അണ്ണന്റെ മക്കളെല്ലാരും കൂടെ നിന്ന് കുളിക്കാൻ നിൽക്കണ നോക്കി പോയി. ലാസ്റ്റ് വരുന്നവരൊക്കെ നിർത്തിക്കുക. ഞങ്ങള് വെറുതെ കണ്ടപ്പോ നിർത്തിയതാണ്. ഇയാൾക്ക് ഇഷ്ടമായ നല്ല വൈബായിണ്ടല്ലേ വൈബ്. പിന്നെ വൈബ് പോരാ. അപ്പൊ എങ്ങനെയുണ്ട് വൈബ് പ്ലസ് വൈബ്. ബ്യൂട്ടി മറ്റേ ഭംഗി തന്നെയാണ്. കൊല്ലംകോട് പച്ചപ്പാണ് കേട്ടാ. ഇല്ല ഏറെക്കുറെ എല്ലാം അതേ ഭംഗി തന്നെയാണ്. അതിൽ കൊല്ലംകോട് എന്ന് പറയുന്നത് കുറച്ചും കൂടി മലഞ്ചെരിവ് നെല്ലിയാമ്പതിയുടെ ഒരു താഴ്വാരം. പിന്നെ കൂടുതൽ പച്ചപ്പ്, ആ പാടം പന. അങ്ങോട്ട് നോക്ക്, ഈ ഭംഗി നോക്ക്, ഒന്ന് കാണ, എന്നിട്ട് പറ. അതാ പിന്നെ അല്ല ഇപ്പൊ എന്താ ഉണ്ടായത് അറിയോ? ആ കൊല്ലംകോട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത്. കാരണം ആ കൊല്ലംകോട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രാമവും കുറെ പാവപ്പെട്ട വളരെ വളരെ സ്നേഹമുള്ള കുറെ മനുഷ്യന്മാരും എല്ലാം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആ കൊല്ലംകോട്. വളരെ 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 നിഷ്കളങ്കര് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെല്ലാം മൊത്തം ഇനിയിപ്പോ ഒരു നശിപ്പിക്കാനായിട്ടാണ് ഇപ്പോ ജനങ്ങൾ ഉള്ള തിരക്ക്. വണ്ടികളുടെ തിരക്കുകൊണ്ട് പോക്കുവരവ് നടക്കുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഇനിയിപ്പോ അവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറയാനുള്ളൊരു നിയമം ഇല്ലല്ലോ, അതിനുള്ള അവകാശം ഇല്ലല്ലോ. നോക്കിക്കോല്ലേ, കുറച്ച് കഴിഞ്ഞാ അറിയാം. ഇപ്പോഴന്നെ നമ്മൾ ഒരു മാസം മുമ്പ് പോകുമ്പോ തിരക്കില്ല. ഇപ്പൊ എന്താണ് കഴിഞ്ഞ മാസം പോകുമ്പോ തന്നെ തിരക്കില്ല. ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ എന്താണ് അവിടേക്ക് പേര്? സീതാർകുണ്ടും ചിങ്ങൻചിറ. അല്ലേ? അങ്ങനെയല്ല, അത് വേറെ, ഇത് വേറെ. ചിങ്ങൻചിറക്ക് പോയി. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരും മലമ്പുഴ കവ കണ്ടു എന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. എല്ലാം അറിയാം. നല്ല രസമുണ്ട് കാണാൻ. മഴക്കാലത്ത് നല്ല മഴ കയറുമ്പോ വന്നു കഴിഞ്ഞാല് പാലക്കാട്ടുകാർക്കൊക്കെ മിക്കതും അറിയും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ. നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം തന്നെയാണ്. മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും പിന്നെ കുമ്പളങ്ങ ഉപ്പിലിട്ടതൊക്കെ കിട്ടും. കുമ്പളങ്ങ മത്തങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ടത് എല്ലാം കിട്ടും. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ചൈനീസ് ഫുഡൊക്കെ കിട്ടും. എല്ലാം കഴിക്കാൻ കിട്ടും. റോഡും വലിയ കുഴപ്പമൊന്നുമില്ല. റോഡ് ഇവിടെ ഈ വെള്ളം വീഴുന്നവിടെ മാത്രമേ തന്നെ കുറച്ച് ടാറ് പോയിട്ടുള്ളൂ, കുണ്ടും കുഴിയായിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഡീസൽ തന്നെയാണ്. അപ്പൊ എല്ലാം കൊണ്ടും നല്ല റോഡാണ്. കവ സ്ഥലം. അപ്പൊ വരണവർ ഈ ഒരു സമയത്ത് വന്നാൽ ചിലപ്പോ അല്ലേ? ഈ സമയത്തല്ല വരേണ്ടത്, ഒന്നും കൂടി വെള്ളം നിറയണം. ഇത്തിരി കൂടെ വെള്ളമാകുമ്പോ. ഇപ്പൊ വെള്ളമില്ല. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു. ഇന്ന് ഞായറാഴ്ച വെള്ളം കുറവാണ്. ഇങ്ങനെ വെള്ളം ഉള്ളത് വേനൽക്കാലത്ത് വന്നൊരു പ്രതീകം. അതാ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. അതോ പറയടി നമ്മുടെ കവനെ കുറിച്ചിട്ട്. അവളതിനെ പറഞ്ഞ വൈബാണല്ലേ, എല്ലാരും വൈബ്.
എന്തായി ശരിയല്ലേ? ഓക്കെ എന്നാ അപ്പൊ എല്ലാവർക്കും